നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം പത്രത്തിലൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വളരെയധികം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തു എന്നുള്ളത്. ഏകദേശം 2200 മറ്റോ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ UPSC ഇൻ്റർവ്യൂ വന്നവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ അത് വരുന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ കല്യാണം മുടങ്ങിപ്പോയി. അങ്ങനെ എയർപോർട്ടുകളിലാകെ പ്രശ്ന കോലാഹലങ്ങളാണ്. ഇനി എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് നോക്കാം. ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ റെഗുലേറ്ററി അതോറിറ്റി ആയിട്ടുള്ള DGCA FDTL എന്ന് പറഞ്ഞ റെഗുലേഷൻ ഇറക്കിയിട്ടുണ്ട്, ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ. അത് പ്രകാരം ഈ ഫ്ലൈറ്റ്സിൽ വർക്ക് ചെയ്യുന്ന പൈലറ്റ്സിനായാലും ക്രൂവിനായാലും റെസ്റ്റ് അവേഴ്സ് കൂട്ടിയിട്ടുണ്ട്. അവരുടെ വർക്കിംഗ് ടൈം കുറച്ചുകൊണ്ട് റെസ്റ്റ് അവേഴ്സ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയോ പോലെ ഇത്രയധികം സർവീസസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാരിയറിന് പുതിയ നിയമനങ്ങൾ നടത്താതെ ഈ ഉള്ള എക്സിസ്റ്റിംഗ് ക്രൂവിനെ വെച്ച് ഇത്രയും സർവീസസ് നടത്താൻ പറ്റില്ല. കാരണം അവരുടെയൊക്കെ റെസ്റ്റ് അവേഴ്സ് കൂട്ടി വർക്കിംഗ് അവേഴ്സ് കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പുതിയ നിയമനങ്ങൾ നടത്തണം. പക്ഷേ ഇവർ നടത്തിയിട്ടില്ല. ഇത് നമ്മളിത് കേട്ട് തെറ്റിദ്ധരിക്കരുത്, ഇത് ഇപ്പോഴെങ്ങാണ്ട് പുതുതായിട്ട് കൊണ്ടുവന്ന് അതുകൊണ്ട് ഇത് പറ്റാതിരുന്നതാണ്. ഇത് കൊണ്ടുവന്നത് 2024 ജനുവരിയിലാണ്. ഈ എല്ലാ ഫ്ലൈറ്റ് കാരിയേഴ്സിനും അറൗണ്ട് 2 ഇയേഴ്സ് എല്ലാ കാരിയേഴ്സിനും അറൗണ്ട് 2 ഇയേഴ്സ് സമയം കൊടുത്തിട്ടുണ്ടായിരുന്നത് കംപ്ലൈ ചെയ്യാൻ വേണ്ടി. ഇന്ത്യ അതിനു വേണ്ടിയുള്ള യാതൊരു കാര്യങ്ങളും നടത്താതെ ഇപ്പം വന്ന് അവർക്ക് ഇത് സ്ട്രിക്ട്ലി കംപ്ലയൻസിൽ വന്നപ്പോഴത്തേക്ക് ഇവർക്ക് ആളെ തകയാതെ വരികയും അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റ്സ് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ജനം വലഞ്ഞു എന്നുള്ളതാണ് ചുരുക്കം. ഇനി എന്തുകൊണ്ടാണ് ഇവർ ചെയ്യാറുന്നത്? ഇത് ചെയ്യാറുന്നത് നമുക്കത് ഇപ്പം തീർത്തൊന്നും പറയാൻ പറ്റില്ല. ഇൻഡിഗോ പറയുന്നത് അവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്തതിനേക്കാളും തിരക്ക് ഈ മാസങ്ങളിൽ കൂടി. അപ്പം അവരുടെ ഒരു ഫ്ലൈറ്റ് തന്നെ ഡൽഹിയിൽ നിന്ന് ബോംബെ വരും, ബോംബെയിൽ നിന്ന് കൽക്കട്ട പോകും, കൽക്കട്ടയിൽ നിന്ന് തിരിച്ച് ഡൽഹി പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഡൽഹിയിൽ നിന്നുള്ള ഫ്ലൈറ്റ് തന്നെ വൈകുമ്പോഴത്തേക്ക് ഈ മുംബൈയിൽ നിന്നുള്ള ഈ ലെഗ് അത് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ അത് വരും. അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ റെസ്റ്റ് ടൈമിലേക്ക് പോകും. അതായത് മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് ഫ്ലൈ ചെയ്യേണ്ട പലരുടെ റെസ്റ്റ് ടൈം ആവും. അപ്പോൾ പിന്നെ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഈ ഫ്ലൈറ്റ്സ് എല്ലാം ക്യാൻസൽ ചെയ്യുക. അങ്ങനെ ഇത്രയധികം ഇതൊരു റിപ്പിൾ എഫക്റ്റ് ആണെന്ന് പറയുന്നത്. ഒരെണ്ണം ഉണ്ടായി അതുമായിട്ടനുബന്ധിച്ച് ഒരുപാട് അനുബന്ധമായിട്ട് ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കുക. അതുകൊണ്ടാണ് ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഇത് വന്നതെന്ന് ആണ് ഇന്ത്യയുടെ ഒഫീഷ്യൽ എക്സ്പ്ലനേഷൻ. ഒന്നും ഈ ഫ്ലൈറ്റ് കാരിയേഴ്സിന് അറിയാത്തൊന്നുമല്ല ഡിസംബറിൽ തിരക്കൂടുന്നത്. ഇത് ഡിസംബറിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ഡിസംബറിൽ പൊതുവേ റേറ്റ്സ് കൂടുതലായിരിക്കും ഈ ഒരു ജനുവരി ഫസ്റ്റ് വീക്ക് വരെ. അത് കഴിഞ്ഞിട്ട് ഒരു ഓഫ് സീസൺ ഉണ്ടാകും. ജനുവരി മുതൽ മാർച്ച് വരെ കുറച്ച് റേറ്റ്സ് കുറവായിരിക്കും. ജനുവരിയുടെ അവസാന ഭാഗം മുതൽ മാർച്ച് വരെ അടുത്ത വെക്കേഷൻ തുടങ്ങുന്നവരെ കുറച്ച് റേറ്റ്സ് കുറവാകും. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പറേറ്ററാണ്. അറൗണ്ട് 60% ഓഫ് ദ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബെഹിമോത്താണ്, ഒരു വലിയ കമ്പനിയാണ് ഇൻഡിഗോ. ബാക്കി എല്ലാവരും കൂടെ ഓപ്പറേറ്റ് ചെയ്യുന്ന 40% ആണ്. അതിനകത്ത് എയർ ഇന്ത്യ ഒരു ചങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി ഈ പറയുന്ന സ്പൈസ് എയറും ആകാശയൊക്കെ വളരെ വളരെ ചെറിയ ഒരു ശതമാനം മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവർക്കറിയാം ഇന്ത്യൻ ഗവൺമെൻറ് ഇവരിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡഡ് ആണെന്നുള്ളത്. അപ്പോൾ ഇവർ ഈ അവസാന നിമിഷം വരെ ഇവരെ കൊണ്ട് ഈ റൂൾസ് റിവേഴ്സ് ചെയ്യാനുള്ള പരിപാടിയിലായിരുന്നു എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ ഇത്രയും വലിയ ഇങ്ങനെ ഇംഗ്ലീഷ് പറയും, സം കമ്പനീസ് ആർ ടു ബിഗ് ടു ഫെയിൽ. അതായത് ഇവർ ഒരിക്കലും ഫെയിൽ ആകത്തില്ല, അത്ര വലുതാണ് എന്നുള്ളത്. കാരണം ഇവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഗവൺമെൻറ്റിന് വരും. കാരണം ഈ കമ്പനി ഫെയിൽ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത്ര ആൾക്കാർ തൊഴിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്ര ആൾക്കാരുടെ ജോലി പോകും. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിന് തന്നെ ഇടപെട്ട് ഇവരുടെ സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയുള്ള കമ്പനികളുണ്ട്. അത് ഒരു മൊണോപ്പൊളിയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെയും നടന്നത് ഏകദേശം അതേപോലൊരു സംഭവമാണ്. 60% ഫ്ലൈറ്റ്സ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യ വിചാരിച്ചു ഇന്ത്യ DGCAയിൽ പ്രഷർ ചെലുത്തുമ്പോൾ ഈ DGCA ഈ റൂൾസ് റിവേഴ്സ് ചെയ്യുകയും ഇന്ത്യയ്ക്ക് പുതിയ ആൾക്കാരെ എടുക്കേണ്ടി വരത്തില്ല എന്നുള്ളത് ഇവർ വിചാരിച്ചു. ഇന്ത്യ എന്ന് പറയുന്നത് സക്സസ് ആവാനുള്ള ഏറ്റവും പ്രധാന കാരണം എഫിഷ്യൻസി ആണെന്നാണ്. ഈ യൂട്യൂബിൽ എവിടെ നോക്കിയാലും ഇന്ത്യയുടെ എഫിഷ്യൻസി കഥകളാണ്. അപ്പം യൂട്യൂബിൽ ചില പണ്ഡിതന്മാരൊക്കെ വന്നിരുന്ന് പറയുന്നേക്കാം ബാക്കി എല്ലാ ഫ്ലൈറ്റ്സിലും അവൻസ് ഉണ്ട്, ഇൻഡിഗോയിലെ ഫ്ലൈറ്റ്സിൽ അവൻസ് ഇല്ല. അപ്പോൾ ഒരു ഓവന് 20 കിലോ ഉണ്ട്. ഇപ്പോൾ 2 ഓവനില്ലെന്നുണ്ടെങ്കിൽ 40 കിലോ നമുക്ക് ലാഭിക്കാം. അങ്ങനെ 40 കിലോ ലാഭിക്കുമ്പോൾ ഒരു വർഷം ഇത്ര ടൺ പെട്രോൾ ലാഭിക്കാം, ജെറ്റ് ഫ്യൂൽ ലാഭിക്കാം. അതിന് ഇത്ര $1000s നമുക്ക് സേവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് വലിയ പണ്ഡിതന്മാർ യൂട്യൂബിൽ വന്നിരുന്ന് പറയും. ഇന്ത്യക്കാരാണിതല്ല. ഇപ്പോൾ ഇന്ത്യക്കാരുടെ പൊതുവേ ഉള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. അതായത് 10 പേർക്കുള്ള പണി 8 പേരെ വെച്ച് പട്ടിപ്പണി ചെയ്യിപ്പിച്ച് തീർക്കുന്ന ആളെ ഒരു നല്ല മാനേജറായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യക്കാർ കോസ്റ്റ് കട്ടിങ്ങിനെ എഫിഷ്യൻസി ആയിട്ട് ഇത് ചെയ്തേക്കാണ്. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് അല്ല. എന്നാൽ എല്ലായിടത്തും എഫിഷ്യൻസി കോസ്റ്റ് കട്ടിങ് അല്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഗ്രോയിങ് ഫേസിൽ നമ്മൾ എഫിഷ്യൻസി നന്നാക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതൊക്കെ മിക്കതും എഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ ആയിരിക്കും. അതേസമയം അത് വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. അതേസമയം ഇതൊരു ഒരു മൊണോപ്പൊളി ആയതിനു ശേഷം നമ്മളൊരു മേജർ മാർക്കറ്റ് ഷെയർ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്ന കോസ്റ്റ് കട്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ അഗ്രസീവ് ആയിരിക്കും. അത് എപ്പോഴും ഒരു ഗുഡ് കോസ്റ്റ് കട്ടിങ് ആവണമെന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുവരെ ചെയ്യുന്ന കോസ്റ്റ് കട്ടിങ്സ് നമുക്ക് മുകളിൽ ഒരുപാട് റെഗുലേഷൻസ് ഉണ്ട്, നമ്മൾ സർക്കാർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് ആൾക്കാരുടെ സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യമായിട്ട് നമുക്ക് ഒരുപാട് തരത്തിലുള്ള കോസ്റ്റ് കട്ടിങ്, സേഫ്റ്റിയെ ഇൻ്റർവ്യൂൻ ചെയ്യുന്ന തരത്തിലുള്ള കോസ്റ്റ് കട്ടിങ്സ് ചെയ്യാനൊക്കത്തില്ല. നമുക്ക് നമ്മുടെ എംപ്ലോയീസിനെ കുറച്ചൊക്കെ ബെറ്ററായിട്ട് ട്രീറ്റ് ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് അത്രയും ബാർഗനിങ് പവർ സർക്കാരുമായിട്ടില്ല. അപ്പം നമുക്ക് വേണ്ടി റൂൾസ് ബെൻഡ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല.
അതേസമയം നമ്മൾ വളർന്നൊരു മൊണോപ്പൊളി ആയിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിലൊരു സിഗ്നിഫിക്കൻറ്റ് ഹോൾഡ് ഓഫ് മാർക്കറ്റ് ഉണ്ട്. അപ്പം നമുക്കതിനകത്തൊരു ബാർഗെയിനിങ് പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈവൻ റെഗുലേറ്റേഴ്സിനെ വരെ നമുക്ക് വിലക്കെടുക്കാൻ പറ്റും. അതാണ് ഇതൊക്കെ ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. അതായത് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബോയിങ്. ബോയിങ് ഒരു കാലത്ത് ഈ എക്സലൻസിൻ്റെ എഫിഷ്യൻസിക്കും വേണ്ടി പേര് കേട്ട ഒരു കമ്പനിയായിരുന്നു. അത് കോസ്റ്റ് കട്ടിങ് നടത്തി ഇന്നത്തെ അവസ്ഥയിലെത്തി. ഇന്ന് അമേരിക്കക്കാർ ഒരു കാലത്ത് അമേരിക്കക്കാരുടെ അഭിമാനമായിരുന്ന ബോയിങ്ങിനെ പറ്റി ഇന്ന് അമേരിക്കക്കാർ പറയുന്നത് ഇഫ് ഇറ്റ്സ് എ ബോയിങ് ഐ എയിൻ ഗോയിങ് എന്ന്. നേരത്തെ എന്ന് വെച്ചാൽ ബോയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്നില്ല എന്നുള്ളതാണ്. ആ ലെവലിലേക്ക് ബോയിങ് എത്തി. എത്ര ക്രാഷസ് ആണ് ലാസ്റ്റ് 10 years ബോയിങ്ങിനെ പറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പം ലാസ്റ്റ് നടന്ന അഹമ്മദാബാദ് ക്രാഷ് വരെ ബോയിങ്ങിൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടെന്നുള്ളതാണ് പരസ്യമായിട്ടുള്ള രഹസ്യം. അപ്പം ഈ പറയുന്ന ഈ കോസ്റ്റ് കട്ടിങ് എപ്പോഴും നമുക്ക് ഒരു കമ്പനിയുടെ ലോങ് ടൈം സസ്റ്റൈനബിലിറ്റിക്ക് നല്ലതായിട്ട് വരണമെന്നില്ല. ഇതിനകത്ത് എന്തുകൊണ്ടാണ് കമ്പനീസ് കോസ്റ്റ് കട്ടിങ് നടത്തുന്നത് എന്നുള്ളത് മാത്രം. ഈ പബ്ലിക്ലി ലിസ്റ്റഡ് പ്രൈവറ്റ് കമ്പനീസ് എല്ലാം ചെയ്യുന്നത് പറഞ്ഞാൽ തന്നെ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ക്വാർട്ടർ ബൈ ക്വാർട്ടർ നല്ല റിട്ടേൺസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഞാൻ ഇന്ന് കോസ്റ്റ് കട്ട് ചെയ്ത് നാളെ എൻ്റെ കമ്പനി തറന്നൊന്നും പോത്തൊന്നുമില്ല. ഞാൻ എൻ്റെ എംപ്ലോയീസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ്സ് കുറച്ചു ഒന്നും സംഭവിക്കാനില്ല. ഈ ഫസ്റ്റ് ക്വാർട്ടറിൽ ഒന്നും സംഭവിക്കരുത്, സെക്കൻഡ് ക്വാർട്ടറിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷേ കമ്പനിയുടെ ലോങ് റണ്ണിൽ കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ഇത് ബാധിക്കും. കമ്പനിക്ക് ഇറിക്കവറബിൾ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യയുടെ കേസിന് 19 വർഷമായിട്ട് അവരുടെ പങ്ക്ച്വാലിറ്റി ഇത് എഫിഷ്യൻസി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. വളരെ ചുരുക്കമുള്ള 2-3 ദിവസം കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പം ഈ ഒരു കേസിൽ ഒരു ഫ്ലൈറ്റ് കാരണം കല്യാണം മുടങ്ങിയ ഒരാളോ അല്ലെന്നുണ്ടെങ്കിൽ UPSCക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളോ ചിലപ്പോൾ ജീവിതത്തിന് ഇയാൾ ഇൻഡിഗോ ബുക്ക് ചെയ്തെന്ന് വരുന്നില്ല. അപ്പോൾ ആ ഒരു ബ്ലാക്ക് മാർക്കായിട്ട് നിൽക്കും. എന്തിനാണ് ഇത് ചെയ്തത്? അവർ അവസാന നിമിഷം വരെ അവർ വിശ്വസിച്ചിരുന്നു ഈ റൂള് DGC അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുമെന്ന്. അറ്റ് ലാസ്റ്റ് അത് തന്നെ ചെയ്യേണ്ടി വന്നു. കഴിഞ്ഞ ഫെബ്രുവരി വരെ അവർക്ക് ടൈം കൊടുത്തു നിങ്ങളിത് കംപ്ലൈ ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിനെതിരെ CEO രാജിവെക്കണം. എന്തുകൊണ്ട് ഇത് ചെയ്തില്ല? കാരണം ഈ ആൾക്കാരെ ഇൻഡക്റ്റ് ചെയ്യുക ഇതൊരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ്. ഇൻ്റർനാഷണൽ ബിസിനസ് ആൾക്കാരെ ഇൻഡക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പുതിയ പൈലറ്റ്സിനെ എടുക്കുന്നതൊന്നും ഓവർനൈറ്റ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു ഫോറിൻ പൈലറ്റിനെ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 3 months സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അത് വെൽ ഇൻ അഡ്വാൻസ് പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ DGC ഈ റൂൾ ഇന്ന് കൊണ്ടുവന്നിട്ട് നാളെ ചെയ്യണമെന്ന് പറയാതിരുന്നത്. ഇത് വന്നെന്നാ 2024 ജനുവരിയിലാണ് വന്നത്. ഇപ്പോൾ 2025 നവംബറായി. ഏകദേശം 2 വർഷം എല്ലാ കാരിയേഴ്സിനും സമയമുണ്ടായിരുന്നു. ഇന്ത്യ ഇത്രയും വലിയ കാരണമാണ്. ഇവിടുത്തെ ചെറിയ കാരിയേഴ്സ് എല്ലാം കംപ്ലൈൻറ്റ് ചെയ്തു. അപ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഒരു അഹങ്കാരമാണ്, അറഗൻസാണ് ഇതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ ഞാൻ എയർലൈൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഞാൻ ഷിപ്പിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന അറിയാം. കുറേ കാര്യങ്ങൾ എയർലൈൻ ഇൻഡസ്ട്രിയും ഷിപ്പിംഗ് ഇൻഡസ്ട്രിയൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു ജോബിൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം റൺ ചെയ്തിരിക്കുന്ന കമ്പനിയിൽ ഇന്ത്യൻസ് വരുമ്പോൾ ഇന്ത്യക്കാരൻ്റെ രീതി എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ത്യൻസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻസ് ആദ്യം ചെയ്യുന്നത് കോസ്റ്റ് കട്ട് ചെയ്യുക, ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ്സ് കുറയ്ക്കുക, അതിനകത്ത് ആൾക്കാർ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന വെൽഫെയർ കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കുറേ പൈസ സേവ് ചെയ്ത് എന്നും പറഞ്ഞ് സ്വന്തം ഇത് വലുതാക്കി കാണിക്കുക. നമ്മുടെ നേട്ടത്തിന് വേണ്ടി ബാക്കിയുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും കുറയ്ക്കുക. ഇത് ഷിപ്പിങ്ങിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് ഏവിയേഷനിലും ഇങ്ങനെ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു മെൻറ്റാലിറ്റിയാണ്. നമ്മുടെ മെൻറ്റാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കട്ടിങ് അയച്ച് അന്യൻ്റെ ചിലവിൽ നമ്മുടെ മാർക്ക് കൂട്ടുക എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഇന്ത്യൻ മാനേജേഴ്സിൻ്റെ ഒരു ഇത്. അത് ഇപ്പം എന്താണ് ഓല എന്ന് പറഞ്ഞാൽ ഭാവിഷ് അഗർവാൾ എന്ന് പറഞ്ഞിടത്തുണ്ട്. അതാണെങ്കിൽ 24 മണിക്കൂർ ജോലിയും 20 മണിക്കൂർ ജോലിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഇന്ത്യൻ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അവൻ നടക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത്? ഈ 1 കൊല്ലം കൊണ്ട് ചെയ്യേണ്ട കാര്യം 2 മാസം കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വലിയ കാര്യമൊന്നും. അതുകൊണ്ടാണ് അവൻ്റെ വണ്ടിയെല്ലാം വഴി കിടക്കുന്നത്. ഓരോ കാര്യം ചെയ്യുന്നതിന് അതിന് സമയമുണ്ട്. ആ സമയം പരിധി കൊടുത്തേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് ഒരു 100% സ്ഥലത്ത് 20% നമുക്ക് എഫിഷ്യൻസി ആയിട്ട് ചെയ്യാൻ പറ്റും. ബാക്കി പിന്നെയും അതിന് നമുക്ക് വേണ്ടുന്ന ഒരു ബെയർ മിനിമത്തിൽ നിന്ന് കോസ്റ്റ് കട്ടിങ് ചെയ്യുമ്പോഴത്തേക്ക് ആ സാധനത്തിൻ്റെ ക്വാളിറ്റിയെ അത് അഫക്റ്റ് ചെയ്യും. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഒരു കമ്പനി ഒരുപാട് വളർന്നൊരു മൊണോപ്പൊളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് സർക്കാരിനെ റെഗുലേറ്റേഴ്സിനെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും. അങ്ങനെ സ്വാധീനിക്കുമ്പോൾ നമ്മുടെ കോമൺ മാൻ അതിനകത്ത് കയറി സഞ്ചരിക്കുന്ന ആൾക്കാരുടെ സേഫ്റ്റിയാണ് റിസ്ക് ചെയ്യപ്പെടുന്നത്. പിന്നെ ഒരു വലിയ അപകടം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ പറയുന്ന കണക്ക് നമുക്ക് തിരിച്ച് ചിന്തിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ DGCക്ക് ബോധോദയം ഉണ്ടായൊന്നുമല്ല. അയ്യോ പൈലറ്റ്സിന് റെസ്റ്റ് അവർ കൂട്ടി കൊടുക്കണം, ഫ്ലൈയിങ് ടൈം റെഗുലേറ്റ് ചെയ്യണം, നൈറ്റ് ലാൻഡിങ്സ് കുറയ്ക്കണം എന്നൊന്നും ഇവർക്ക് ബോധോദയം ഉണ്ടായൊന്നുമല്ല. ഇതിനെയൊക്കെ ഗവേൺ ചെയ്യുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം ഏവിയേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള UN ഒരു ബോഡിയുണ്ട്. അപ്പോൾ അവരാണ് ഇത് റെഗുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർ പറഞ്ഞ റെക്കമെൻഡേഷൻ നടപ്പാക്കാൻ ഈ പറയുന്ന മെമ്പർ സ്റ്റേറ്റ്സ് എല്ലാം ബാധ്യസ്ഥരാണ്. അപ്പോൾ ഇന്ത്യ അതിനകത്തൊരു മെമ്പർ സ്റ്റേറ്റ് ആയതുകൊണ്ട് DGCക്ക് ഒബ്വിയസ്ലി അത് ഒബ്ലിഗേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണ് അവർ ഈ നിയമമായിട്ട് വരുന്നത്. ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടും കാരിയേഴ്സിനെല്ലാം 2 വർഷം സമയം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ ഇതിനകത്തൊന്നും ചെയ്തില്ല. ഇന്ത്യക്ക് അവസാനം വരെ ഫുൾ കോൺഫിഡൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. ഇതുവരെ എന്തെങ്കിലും പൈസ കൊടുത്തോ എന്തെങ്കിലും ചെയ്ത് ഇത് മാറ്റിയെടുക്കാം എന്നുള്ളത്. ഞാൻ സാധാരണ ചെയ്യുന്നൊരു ഫോമാറ്റിലല്ല ഈ വീഡിയോ ചെയ്തത്. ഇത് പെട്ടെന്ന് ചെയ്തൊരു വീഡിയോ. ഇത് പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. ഞാനൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ
ഞാൻ ഈ പ്രൊഫഷൻ തുടങ്ങിയപ്പം മുതൽ കാണുന്ന ഒരു കാര്യമാണ് കോസ്റ്റ് കട്ടിങ്. ഈ കോസ്റ്റ് കട്ടിങ് ചെയ്ത കമ്പനികളൊന്നും ലോങ് ടേമിൽ സക്സസ് ആവുന്ന കണ്ടില്ല. അവർ ക്വാർട്ടർ ബൈ ക്വാർട്ടറിൽ അവർ സക്സസ് ആവും. ഇന്ന് കോസ്റ്റ് കട്ടിങ് നടത്തി കഴിഞ്ഞാൽ ഈ ക്വാർട്ടറിൽ റിസൾട്ട് വരുമ്പോൾ അവരുടെ പ്രോഫിറ്റ് മാർജിൻ കുറച്ച് കൂടിയിരിക്കും. അപ്പോൾ അത് പറഞ്ഞ് സിഇഒയും മറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്സ് ഒക്കെ ശമ്പളം വാങ്ങും. ഇപ്പോൾ ഇവിടെ സ്റ്റേക്കിലാവുന്നതെന്ന് പറയുന്നത് കോമൺ മാൻ്റെ സേഫ്റ്റിയാണ്, കോമൺ മാൻ്റെ എൻവയോൺമെൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് പാസഞ്ചേഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാർ, അതിന് സേഫ്റ്റി ഒരു പാരാമൗണ്ട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. ഇവിടെ സർക്കാരിൻ്റെ റോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി ഒരു മൊണോപ്പൊളി ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് ഒരു മൊണോപ്പൊളി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ സേഫ്റ്റി റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ അവർ ബൈപ്പാസ് ചെയ്യാൻ ശ്രമിക്കും, സർക്കാരിനെ സ്വാധീനിക്കും, റെഗുലേറ്ററി അതോറിറ്റിയെ സ്വാധീനിക്കും, അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കും. ഇതൊക്കെ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ബോയിങ് തന്നെ ആണെന്നുണ്ടെങ്കിൽ ബോയിങ് അമേരിക്കയിൽ ഒരു വലിയ കമ്പനിയായതുകൊണ്ട് തന്നെ അവിടുത്തെ FAA ഒരു സ്വാധീനിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ടെക്നിക്കൽ ആൻഡ് സെക്യൂരിറ്റി ഗ്ലിച്ചസ് അവരുടെ മോഡേൺ എയർക്രാഫ്റ്റ്സിലുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ പണ്ടൊരു വീഡിയോയിൽ ബോയിങ്ങിൻ്റെ 737 മാക്സ് പ്ലെയിൻസിൻ്റെ ഫെയിലിയറെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിനകത്തൊക്കെ FAAയ്ക്കും പങ്കുണ്ട്. FAAയുടെ ആൾക്കാർ ഇതുമായിട്ട് ഇൻവോൾവ് ആണ്. ഇപ്പോൾ ഈ അഹമ്മദാബാദ് ക്രാഷിലും ബോയിങ്ങിൻ്റെ ടെക്നിക്കൽ ഗ്ലിച്ചസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഫുൾ റിപ്പോർട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് വരുമ്പോൾ നമുക്കറിയാം ഇതൊന്നും. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ.